കുബേരാശ്രമം, ആയൂർ, കൊല്ലം. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകമാനം പാർട്ടിക്കുണ്ടായ കനത്ത തോൽവി പ്രധാന ചർച്ചയാകും. സ്വർണ്ണ കവർച്ചയുടെ പേരിൽ ഇറങ്ങി പാരടി പാടുന്നതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ വിഷയവും ചർച്ചയാകും. പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകമാനം പാർട്ടിക്കുണ്ടായ കനത്ത തോൽവിയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. സ്വർണ്ണ കവർച്ചയുടെ പേരിൽ ഇറങ്ങിയ പാരടി പാടിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ വിഷയത്തിലടക്കം ചർച്ചയുണ്ടാകുമെന്നാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ 2025 തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ കനത്ത തിരിച്ചടി തന്നെയാണ് പത്തനംതിട്ടയിൽ LDFന് നേരിടേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ചർച്ചകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ നിരവധി ചർച്ചകൾ നടന്നതാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകമാനം പാർട്ടിക്കുണ്ടായ കനത്ത തോൽവിയാണ് പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ സ്വർണ്ണ കവർച്ചയുടെ പേരിൽ ഇറങ്ങിയ പാരടി പാടിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയിരുന്നു. ഈ വിഷയം അടക്കം ചർച്ചയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടി കൂടാതെ തന്നെ നിരവധി കാര്യങ്ങളിൽ തന്നെ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. മിഴുവേലി ഗ്രാമപഞ്ചായത്ത് LDFന്റെ അംഗം KC രാജഗോപാൽ കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിയായ TV സ്റ്റാലിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതടക്കം ചർച്ചയാകാനാണ് സാധ്യത ഉള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നുണ്ട്. പ്രസാദ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയും അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ചയും ഒക്കെ തന്നെയായിരിക്കുമോ പ്രധാന ചർച്ചാ വിഷയം? കർത്തവും അത് തന്നെയായിരിക്കും പ്രധാന വിഷയം. കാരണം അടുത്തിടെയെങ്കിലും ഇത്രയും വലിയൊരു കനത്ത തോൽവി സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ പത്തനംതിട്ട ജില്ലയിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലിന് വേണ്ടിയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇപ്പം സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പിന്നെ മറ്റ് മുതിർന്ന കമ്മിറ്റികളെല്ലാം ഇപ്പോൾ യോഗത്തിന് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശ്രദ്ധേയം പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗമായി മുൻ PS വർഷക്കാരനായ KCR എന്നറിയപ്പെടുന്ന KC രാജഗോപാല് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ മത്സരിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഈ KCRനെ തോൽപ്പിക്കാൻ വേണ്ടി കോഴഞ്ചേരിയിലെ ഏരിയ സെക്രട്ടറി TV സ്റ്റാലിനും മകനും രംഗത്തിറങ്ങിയത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നേരിട്ട് അഭിമുഖം കൊടുക്കുകയും ഇത് പാർട്ടിയെ ഏറെ തന്നെ ക്ഷീണിപ്പിക്കുകയും ചുടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ KCRനെതിരെ കടുത്ത ശിക്ഷണ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ ഒരു ചർച്ചകളുണ്ടാകും. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയോട് തന്നെ അനുഭവം പ്രകടിപ്പിക്കുന്ന തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാല പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരടി എഴുതി പ്രചരിപ്പിച്ചത് വൈറലായതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെയും ഒരു വിശദീകരണം പാർട്ടി ജില്ലാ കമ്മിറ്റിയും സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. അതും ചർച്ചയാകും. ഒപ്പം തന്നെ ശബരിമല വിഷയം ഇപ്പൊ ചർച്ചയ്ക്കെടുക്കും. കാരണം ഇന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല കേസിലെ 8-11 കേസിലെ 8-11 പ്രതിയായ കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഇപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അതും ചർച്ചയ്ക്ക് വരും. അങ്ങനെ മൊത്തത്തിൽ പാർട്ടിയുടെ ഒരു തോൽവിയുടെ ആഘാതത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.